ഹലോ. ഒരു മരുന്നെന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രയോഗിക്കുന്നതിന് മുമ്പ് നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ എന്ന് പറയുന്നത് ആ കെമിക്കല് ഒരു നിശ്ചിത എണ്ണം രോഗികളിൽ അല്ലെ മനുഷ്യരിൽ കൊടുത്തു നോക്കിയിട്ട് ആ മനുഷ്യരിൽ കൂടുതലും പേർക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ അവർക്കത് പ്രയോജനപ്പെട്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ അതാണല്ലോ ശാസ്ത്രീയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം. അത് കൊടുത്തു നോക്കിയിട്ട് കൂടുതൽ പേർക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നാണ്, ഉണ്ടെങ്കിൽ അത് കൊള്ളാം എന്നുള്ളതാണ് നിഗമനം. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മരുന്നിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ആത്യന്തികമായി നമ്മളെ ബാധിക്കുന്നത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മളാണ്. തീരുമാനിക്കേണ്ടതും കാര്യം പോയാൽ നമുക്ക് പോകും. ഒരു മരുന്നും അധികം കഴിച്ചതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ദോഷം ഒരു വൈദ്യനും ഒരു ഭിഷഗ്വരനും ഒരു ഫിസീഷ്യനും ഏറ്റെടുക്കുകയില്ല. അത് അവനവൻ തന്നെ സഹിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്ടറും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. അവർ നല്ല ഉദ്ദേശത്തിൽ തരുന്നതായിരിക്കാം, ചിലപ്പോൾ മറ്റു താല്പര്യത്തിൽ തരുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് പറഞ്ഞു വരാൻ കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ് പ്രഷർ, BP-ക്ക് കൃത്രിമമായി കെമിക്കൽസ് കൊടുത്ത് നമ്മുടെ BP-യെ കുറച്ച് നിർത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിന് കൊടുക്കുന്ന ഗുളികകളോ ഇൻസുലിനോ കൃത്രിമമായി ശരീരത്തിലേക്ക് കൊടുത്ത് ബ്ലഡിൽ നിന്ന് ഷുഗറിനെ സെല്ലുകളിലേക്കോ നീക്കം ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുന്നവർ കൃത്രിമമായ ഒരു കാര്യം അങ്ങനെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ആ രോഗി കൃത്യമായിട്ട് പഠിക്കണം. അഥവാ അങ്ങനെ കൃത്രിമമായിട്ട് ഓരോ നേരവും കുറച്ച് നിർത്തുന്ന മരുന്നാണ് അതൊക്കെ. എന്ന് പറഞ്ഞാൽ ഇന്ന് കൊടുക്കുന്ന മരുന്നുകൊണ്ട് നാളെ പ്രയോജനമില്ല. ഇന്ന് കൊടുക്കുന്ന മരുന്ന് ഇന്നത്തേക്ക് മാത്രമുള്ളതാണ്, ഇന്നത്തെ ലക്ഷണം കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. നാളെ കുറയ്ക്കണേ നാളെയും മരുന്ന് കഴിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ദിവസത്തെ റിസൾട്ട്, ആ ദിവസത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാതെ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അശാസ്ത്രീയമാണ്. എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കുറിക്കുക. അന്നേരം ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് കാണുന്ന ഒരൊറ്റ റിസൾട്ടിൻ്റെ പേരിൽ കുറിക്കുന്ന ഒരു മരുന്ന് ഞാനും 6 മാസം കഴിക്കുകയാണെങ്കിൽ അത് അന്നത്തെ റിസൾട്ട് വളരെയധികം വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ മരുന്ന് ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ അമിത ഡോസായിരിക്കും, വളരെ ആവശ്യമില്ലാത്ത ഡോസാകാം. അന്നത്തെ ഒരു സിംഗിൾ റിസൾട്ട് യഥാർത്ഥത്തിൽ ശരാശരിയായ ഒരു റിസൾട്ട് ആയിരിക്കണമെന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, നമുക്ക് ഷുഗറിന് മരുന്ന് കൊടുക്കുന്നവർ അല്ല ഇൻസുലിൻ കുത്തുന്നവർ തീർച്ചയായിട്ടും അവരുടെ അന്നത്തെ ഷുഗർ ലെവൽ എന്തെന്ന് അറിഞ്ഞിട്ട് വേണം ഇൻസുലിൻ കുത്താൻ. അതാണ് ഏറ്റവും ശാസ്ത്രീയം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ താഴ്ന്നിരിക്കുകയാണ്, 70 ഉള്ളൂ എങ്കിൽ ആ ഷുഗറിലേക്ക് വീണ്ടും ഇൻസുലിൻ ചെലുത്തിയാലുള്ള ഫലം എന്താണ്? എന്നിട്ട് അയാൾ പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോയി ബോധക്കേട് വരികയോ തളരുകയോ ചെയ്യുമ്പോൾ ഉടനെ മുട്ടായി എടുത്ത് കൊടുത്തത് പരിഹരിക്കാൻ വേണ്ടി ചിലർ കുപ്പിയും മുട്ടായി മേടിച്ച് വെച്ചിരിക്കുക. എന്തോരു വിഡ്ഢിത്തമാണിത്. ആ മനുഷ്യൻ്റെ കൃത്രിമമായ ഒരു ഷുഗർ കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ഷുഗർ ലെവൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവുള്ളൂ. കാരണം ഇത് ഭാവിയിലേക്ക് കൊടുക്കുന്നതല്ല, ഇത് അന്നത്തേക്ക് വേണ്ടി കൊടുക്കുന്നത്. അന്ന് കുറഞ്ഞു നിൽക്കുന്ന ആൾക്ക് വീണ്ടും കുറയ്ക്കാൻ കൊടുക്കുന്നത് എന്തൊരു ബുദ്ധിമോശമാണ്. ഇത് സാധാരണ മനുഷ്യന് അറിവില്ല. BP-യുടെ കാര്യവും ഇതുപോലെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്കിത് മനസ്സിലായത്.
എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു BP ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് എനിക്കൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ആദ്യം 12.5. അന്നേരം BP ഇല്ല, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ BP ഇല്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ ഒരു ചെറിയ മൈൽഡ് ഡോസ് കഴിക്കാൻ പറഞ്ഞ് 12.5 മില്ലിഗ്രാമിൻ്റെ ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്രമേണ അത് ഒരു 25 പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടിക്കണ്ടതുകൊണ്ട് വേറൊരു മരുന്ന് ടെൽമിസാർട്ടൻ എന്ന് പറയുന്ന മരുന്ന് 40 ആക്കി. പിന്നെ ഞാനിത് നോക്കാറില്ലായിരുന്നു, വർഷങ്ങളായിട്ട് നോക്കാറില്ലാതെ ഈ 40ൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് 4-5 വർഷമായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 2 വർഷം മുമ്പ് എനിക്ക് മറ്റൊരു ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നപ്പോൾ അന്ന് ഞാൻ ഒരു 30 ദിവസം ഒരു ദിവസം 5 നേരം വെച്ച് എൻ്റെ BP ചെക്ക് ചെയ്തു. എൻ്റെ BP യഥാർത്ഥത്തിൽ എത്രയാണ് ശരാശരി എന്നറിയാൻ. കാരണം എൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു, ഹാർട്ടിൻ്റെ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു, BP അങ്ങനെ ഒരു സിംഗിൾ റീഡിങ് എടുത്തിട്ട് കാര്യമില്ല, ശരാശരി വീട്ടിൽ ചെക്ക് ചെയ്തിട്ട് ശരാശരി ഒരു 80% റീഡിങ്സ് എത്രയാണോ അതൊന്ന് എഴുതിക്കൊണ്ട് വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്ന് കഴിച്ചാൽ ശരിയാകുള്ളൂ എന്ന് അദ്ദേഹം തന്നെ, നല്ലൊരു ഡോക്ടറാണ്, അദ്ദേഹം സജസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഞാൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ 30 ദിവസം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ 40ൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ദിവസം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ BP ഏകദേശം 75-80 മുകളിലത്തത് ഏതാണ്ട് 125-140 അപ്പോൾ പെട്ടെന്നൊരു ദിവസം BP ഒരു ദിവസം വൈകുന്നേരം ചെക്ക് ചെയ്യുമ്പോൾ വളരെയധികം കൂടിക്കണ്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അതിലും കൂടിക്കണ്ടു. ഞാൻ പിന്നെ ആ ചെക്കിങ് നിർത്തി. കാരണം ഈ 30 ദിവസത്തെ ശരാശരി എനിക്കറിയാമായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് നിർത്തിയിട്ട് പിന്നീട് 2 വർഷം ഞാൻ BP ചെക്ക് ചെയ്യാറില്ല. പിന്നെ വല്ലപ്പോഴും ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ വല്ലതും നോക്കുമ്പോഴേ ഉള്ളൂ. അത് 140 ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഏതായാലും 40 കൂടി ഒരു ഗുളിക കഴിക്കാൻ എനിക്ക് താല്പര്യവുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാച്ചുറലായിട്ട് ഉള്ള മെത്തേഡ്സ്, എൻ്റെ എക്സസൈസ്, എൻ്റെ ഫിസിക്കലായിട്ട് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക, എൻ്റെ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ BPക്ക് ഏറ്റവും നല്ല ബീറ്റ്റൂട്ട്, മാതള നാരങ്ങ, ഇത് ജ്യൂസ് ഡെയിലി ഒന്ന് വെച്ച് കഴിക്കാനും തുടങ്ങി. അപ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന BP ഒറ്റപ്പെട്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷനും നോർമൽ BP ആയിട്ട് ചിലപ്പോൾ കാണുകയില്ല എന്നതാണ് എൻ്റെ അനുഭവം. എന്നാൽ ഈ 2 വർഷം ഞാൻ നോക്കാതിരുന്നു. ഈ ഒരു 1.5 മാസം മുമ്പ് ഞാൻ കാർഡിയോളജിസ്റ്റിന്, എൻ്റെ പഴയ കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം അന്ന് എടുത്ത BP റീഡിങ്, അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എടുത്ത BP റീഡിങ് ഏകദേശം 100-160 ഉണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ എൻ്റെ 40 എന്നുള്ള ഗുളിക രാത്രിയിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്, 40ന് കൂടെ അതേ ഗുളിക തന്നെ ഒരു 40 രാവിലെയും കൂടെ കഴിക്കാൻ പറഞ്ഞ് എഴുതി. കാര്യം BP കൺട്രോൾ ചെയ്ത് നിർത്തണമെന്നുള്ള താല്പര്യത്തിൽ. അപ്പോൾ ഞാൻ ഇത്രയും കൂടി നിന്ന് കണ്ടുകൊണ്ട് ഞാനും 160 പറഞ്ഞെങ്കിലും ചില വേറൊരു സ്ഥലത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 180, 190 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും പിന്നീട് ഈ 40 രാവിലെ 40 വൈകുന്നേരം ഒരു ഗുളിക തന്നെ ടെൽമിസാർട്ടൻ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ BP രാവിലെയും വൈകുന്നേരം വീണ്ടും ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു. ചെക്ക് ചെയ്തിട്ട് ഗുളിക 40ൻ്റെ വീതം രാവിലെയും വൈകുന്നേരം കഴിച്ച് 2-3 ദിവസം മറ്റേ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ രാവിലത്തെ ഗുളിക കഴിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലയ്ക്കൊരു മന്നിപ്പ് പോലെയും
ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് 65, 62 പോവുക. അപ്പം വളരെ താഴ്ന്ന് അങ്ങനെ BP 70 താഴെ താഴ്ന്ന് ഒത്തിരി നാൾ നിൽക്കുന്നത് നല്ലതല്ല. ശരീരത്തിൽ ആവശ്യമായ രക്തം തലച്ചോറിലേക്കൊന്നും കിട്ടുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓരോ നേരം ഞാൻ രാവിലെയും വൈകുന്നേരവും 40 വെച്ച് കഴിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഓരോ നേരം ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറഞ്ഞ് കണ്ടപ്പോൾ ഞാനത് 40 20 വൈകിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അന്നേരവും ഒരുവിധം നോർമലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അന്നേരവും പിന്നീട് അത് ചെക്ക് ചെയ്തപ്പോൾ 20 അപ്പോൾ 20 പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ BP 20 കഴിച്ചിട്ട് വീണ്ടും കുറച്ചുകൂടെ നോർമൽ കുറഞ്ഞ് നിൽക്കുന്നതായി കണ്ടപ്പോൾ ഞാൻ ആ കുറഞ്ഞ നേരങ്ങളിൽ ഞാനത് 10 10 20 കഴിച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി 10 കഴിച്ചു. അപ്പോൾ കുറേ ഏകദേശം ഒത്തിരി ദിവസങ്ങളായിട്ട് ഞാൻ 10 കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോൾ BP താഴ്ത്തത് 68 മറ്റോ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്നവരുടെ അടുത്ത് പിന്നെ ഒരു ഗുളികയും കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വളരെ താഴ്ന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി 10 പോലും കഴിച്ചില്ല. അപ്പോൾ ഒന്ന് ഓർക്കണം, ഈ 40 വെച്ച് ഞാൻ കണ്ണടച്ച് കഴിക്കേണ്ട സ്ഥാനത്ത് ഇന്നലെ ഞാൻ വെറും ഒരു രാവിലെ 10 mg ഒരു ഗുളിക മാത്രമേ കഴിച്ചോളൂ. ഇന്ന് രാത്രി കഴിച്ചില്ല. ഇന്ന് രാവിലെ കുറവായിരുന്നു, നോർമലായിരുന്നു. അതുകൊണ്ട് 10 mg മാത്രം കഴിച്ചു. അപ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഗുളികയും കഴിക്കാതെ ആരോഗ്യകരമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് റിയലായിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ നമുക്ക് അസസ് ചെയ്യാൻ ഒക്കുന്നത്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഗുളിക ഒഴിവാക്കാനായിട്ട്. ഇനി ഈ കാര്യം BP കാര്യം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. അതുപോലെ ഞാൻ 10 വർഷമായിട്ട് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഗുളികയാണ് ഈ ആസ്പിരിൻ ഗുളിക. 75 mg ആസ്പിരിൻ ഗുളിക, രക്തം കട്ടി കുറയ്ക്കാനായിട്ടുള്ളതാണ്. ഇത് ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടുത്തെ ബാത്റൂമിൻ്റെ ഡോറ് ഇങ്ങനെ കുറ്റി തുറന്നപ്പോൾ ആ ഡോറിൻ്റെ കുറ്റിയിൽ എൻ്റെ പോയിൻ്റ് എൻ്റെ വിരലിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് ശകലം ഒന്ന് മുറിഞ്ഞിട്ട് അവിടെ ഞാൻ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ടും രക്തം, ചെറിയൊരു മുറിവാണെങ്കിലും രക്തം പെട്ടെന്ന് നിൽക്കേണ്ട ഒരു സ്ഥാനത്തേക്ക് ക്ലോട്ടാകുന്നില്ല. അപ്പം ഞാൻ ഓർത്തത് പിന്നെ ആ കല്യാണം കഴിയണവരെ ഞാനിത് കൈ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. ഭക്ഷണം പോലും മറ്റേ ഇടത്ത് കൈ കൊണ്ട് കുറച്ചേ വേണ്ട രീതിയിൽ കഴിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു നേരിയ മുറിവ് ഈ ഗുളിക മൂലം ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ ശരീരത്തിനകത്തും തലച്ചോറിലും ഒക്കെ ഇത് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമ്മൾ മറ്റേ ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ബ്ലഡ് തിന്നറായിട്ട് ഉപയോഗിക്കുന്ന ഇത് ക്ലോട്ടിങ്ങിന് വളരെ തടസ്സം സൃഷ്ടിക്കുമെന്നും മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഡെയിലി കഴിക്കുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ട് 3 ദിവസത്തിലൊന്നോ 2 ദിവസത്തിലൊന്നല്ല 3 ദിവസത്തിലൊന്ന് എങ്കിലും ആക്കി അത് ചുരുക്കാൻ തീരുമാനിച്ചു. കാര്യം എനിക്കറിയാം, എനിക്ക് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് കട്ടി കുറയ്ക്കുക എന്നുള്ളതാണ്. അത് മുളക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കുറയുക, എന്നാൽ ഇതുപോലത്തെ ദോഷമില്ല താനും. അപ്പോൾ ഈ ദോഷം വന്നാൽ ഒരു ചികിത്സയുടെ ഫലമായിട്ട്, എനിക്ക് എൻ്റെ വ്യക്തിപരമായ 1-2 അനുഭവങ്ങളുണ്ട്. ചികിത്സയുടെ ഫലമായിട്ട് അതിൻ്റെ പ്രത്യാഘാതം ഞാൻ അനുഭവിച്ച് എനിക്ക് അനുഭവമുണ്ട്. ഒരു വൈദ്യനും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല, നമ്മൾ തന്നെ സഹിക്കണം. അപ്പോൾ നമ്മൾ ഔഷധം കഴിച്ച് അല്ലെങ്കിൽ കെമിക്കൽസ് നമ്മുടെ ഉള്ളിൽ മരുന്നായിട്ട് കഴിച്ചിട്ട് രോഗലക്ഷണത്തെ കുറച്ച് നിർത്തുമ്പോൾ അത് ശരീരത്തിൽ ഉളവാക്കുന്നത് പ്രത്യാഘാതം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. കാരണം എന്നും ആശുപത്രി കിടക്കുമല്ലോ അപ്പം വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ ഈ ഗുളികയും കഴിക്കാല്ലേ, നമ്മളത് വാച്ച് ചെയ്യണം. ഇത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്വന്തം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ
ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെയും ആരോഗ്യത്തെയും പേഴ്സണലായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മറിച്ച് എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, ഇഷ്ടമുള്ള ആഹാരം കഴിക്കും, രോഗം വന്നാൽ ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കാര്യം വിട്ടേക്കുക. നിങ്ങൾക്കുള്ളതല്ല ഈ മെസ്സേജ്. വീണ്ടും ഇതുപോലെയുള്ള ഗുണകരമായ കാര്യങ്ങളുമായിട്ട് വരാം. ഇത് ഗുണകരമാണെന്ന് കരുതുന്നവർ ഇതുപോലെയുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക. ഇത് വളരെയേറെ വിലമതിക്കുന്ന ഒരു അനുഭവജ്ഞാനമാണ് എന്നുള്ളത് ആരോഗ്യത്തെ ഗൗരവമായിട്ട് എടുക്കുന്നത് എനിക്കറിയാം. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം.